അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന, അതായത് യാതൊരു കെയറും ഇല്ലാതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ മടിയന്മാരുടെ പ്ലാന്റ് എന്നൊക്കെ പറയാം, അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ റയോ പ്ലാന്റ് കേട്ടോ. നമുക്ക് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു കെയറും വേണ്ട കേട്ടോ. ആർക്കും അനായാസം ഏത് കാലാവസ്ഥയിലും അതേപോലെ ഏത് പോട്ടി മിക്സിലും പെട്ടെന്ന് വളരുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ റയോ പ്ലാന്റ് കേട്ടോ. യാതൊരു കെയറും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിമ്പിളായിട്ട് ആർക്കും നട്ട് വളർത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ടൊക്കെ വളർന്നു വരും. ഇതിന് കൂടുതലായിട്ട് വളർന്നു വരുമ്പം ഏകദേശം 1.5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുമ്പം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിന്റെ തലയേറ്റ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മുരടിച്ചു പോകും. അപ്പോൾ ഇതിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന്റെ വേരുകൾ ചെയ്യുമെന്നോ അല്ലെങ്കിൽ വെള്ളം കുറച്ച് കുറഞ്ഞു പോയാൽ അതിനെന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടിയും വേണ്ട. ആർക്കും അനായാസം ഏത് കാലാവസ്ഥ